വിനോദ്, നമുക്ക് ഈ പറയുന്ന ഇലക്ഷനിൽ ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാഘവേട്ടൻ, കരീംക, പിന്നെ നമ്മുടെ എം ടി രമേഷിൻ്റെ ഒരു സാധ്യത നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? 100% എം ടി രമേശ് വിജയിക്കും. അതിപ്പോൾ മത്സരിക്കുന്ന എല്ലാ ആൾക്കാരും വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണേ, ഒന്ന് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഒരു 2 എന്ന് പറഞ്ഞു, പിന്നെ ഒരു 5ലേക്ക് വന്നു, 6ലേക്ക് വരുന്നു, ഒരു പക്ഷേ 7 എന്നൊക്കെ പറയാം. അതായത് നമുക്ക് ഒരു എ ക്ലാസ് മണ്ഡലം, ഇപ്പോൾ എൻ്റെ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു പരിചയത്തിന് മേലെ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം എടുക്കാം. ഇപ്പോൾ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല പോരാട്ടത്തിൻ്റെ ഒരു മണ്ഡലമാണ്. തൃശ്ശൂർ എടുക്കാം, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് പത്തനംതിട്ട എടുക്കാം, പിന്നെ അടുത്തത് പാലക്കാട് എടുക്കാം, പിന്നെ നമുക്ക് എവിടെ എടുക്കേണ്ടത്? ഞങ്ങളെ സംബന്ധിച്ച് അല്ല, ഞാൻ പറയുന്നത് പിന്നെ അല്ല, നമ്മളൊരു ഇലക്ഷൻ, പിന്നെ നമുക്ക് ആലപ്പുഴയിൽ ബി.ജെ.പി അങ്ങനെ ക്ലാസ് മണ്ഡലമൊന്നുമില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രന്റെ ഒരു കൊടുങ്കാറ്റ് പോലുള്ള ഒരു വരവുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ ഒരു 5-6 മണ്ഡലം കഴിയുമ്പോൾ കോഴിക്കോട് അങ്ങനെ ഒരു വിജയപ്രതീക്ഷയുള്ള മണ്ഡലമൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച്, സാധാരണ ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ച്, ബി.ജെ.പിയുടെ പ്രതിനിധികൾ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾക്ക് എ ക്ലാസ് ആണ്. അത് നമ്മള് അധ്യക്ഷൻ പറഞ്ഞതാണ്, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ്, വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ് അത് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. അത് തന്നെയാണ് ഞങ്ങളെ സാധാരണ. അപ്പോൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എം ടി രമേശ് പിടിക്കുന്ന വോട്ടുകൾ, സമാഹരിക്കുന്ന വോട്ടുകൾ, ഒരു ത്രികോണ മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന പോലെ പ്രതീക്ഷിക്കാത്ത പാർട്ടികളൊക്കെ ചിലപ്പോൾ വിജയിച്ചെന്ന് വരും. ബി.ജെ.പി സമാഹരിക്കുന്ന വോട്ടുകൾ ഏത് UDF നിന്നായിരിക്കോ LDF നിന്നായിരിക്കോ കൂടുതൽ? നിങ്ങളുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി പദ്ധതികൾ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പദ്ധതി കിട്ടാത്ത ഒരു വീട് പോലും ഭാരതത്തിലില്ല. കാരണം അത് ഞങ്ങളെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾ പരിശോധിച്ച് വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളൊക്കെ തുടർന്നും കിട്ടാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതത്തിലെ സാധാരണ ജനങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾ ബി.ജെ.പിക്ക് ഒപ്പം നിൽക്കും. അത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ LDFൻ്റെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നേടുന്ന ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്യും. കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം, കേരള സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇത് അനുകൂലമാകുന്നത് ബി.ജെ.പിക്ക് ആയിരിക്കുമോ അതല്ല UDFനായിരിക്കുമോ? കാരണം ഇത് ലോക്സഭാ ഇലക്ഷനാണ്. തീർച്ചയായും ജനങ്ങൾ അധികാരത്തിൻ്റെ ഒപ്പം നിൽക്കാനും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കാനും ആണ് ജനങ്ങൾ ആഗ്രഹിക്കുക. ഇന്നത്തെ ജനങ്ങളെ താല്പര്യം എന്താ വെച്ചാൽ എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് നോക്കുന്ന ആളുകളാണ്. കാരണം നമുക്കറിയാം, പണ്ടൊക്കെ CPM ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത്ര വോട്ട് അവർക്ക് കിട്ടിയിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് അവരത് പറഞ്ഞാലും ഈ വോട്ട് ചെയ്യുന്നത് ഞാനും ദൈവവും മാത്രം കാണുന്നൊരു പ്രക്രിയയാണല്ലോ. വേണ്ട അല്ല, ഞാൻ ചെയ്യുന്ന വോട്ട് ഞാനും ദൈവവും മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPMനോടും കോൺഗ്രസിനോടൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുമെന്ന് പറഞ്ഞു പോയാലും ഈ ആളുകളൊക്കെ ബി.ജെ.പിക്ക് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ്, ഇപ്പോൾ ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. 31ാം ഡിവിഷൻ എന്നാണ് ഞാൻ മത്സരിച്ച് ജയിച്ചു വന്നിട്ടുള്ളത്. 31ാം ഡിവിഷൻ രൂപീകരിച്ചതിൻ്റെ ശേഷം മുഴുവൻ LDFൻ്റെ ഒരു കുത്തക സീറ്റായിരുന്നു. ആ ഡിവിഷനാണ് ഞങ്ങളുടെ ജനക്ഷേമകരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ പിടിച്ചെടുത്ത ഡിവിഷനാണ്. ഇതേ മാറ്റം ജനങ്ങളിൽ ഭാരതത്തിലെ എല്ലാ വിഭാഗം അല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പൊരുത്തപ്പെടണമല്ലോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ എം ടി രമേശ് വിജയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷം വോട്ട് അല്ലേ? ഒരു 3 ലക്ഷത്തോളം വോട്ടുകൾ മറിയണം. അതൊരു നടക്കാത്ത സ്വപ്നമല്ലേ? ഇല്ലല്ല, അങ്ങനത്തെ നടക്കാത്ത സ്വപ്നമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുകയില്ല. നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരി, വിശ്വാസം രക്ഷിക്കട്ടെ. നമുക്ക് കേരളത്തിലെ മൊത്തം 20 മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ഒരു നാഷണൽ സർവേ എന്ന് പറയുന്നത് ന്യൂസ് എക്സിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് ദിവസം മുമ്പാണ് വന്നത്.
അപ്പൊ അതില് പറയുന്നത് 400 ഒരു 387 തോന്നുന്നു അല്ലെ, 387 വോട്ടുകളാണ് അവര് പ്രവചിക്കുന്നത്. 107 സീറ്റിന് മേലെ. അതെ. പക്ഷെ കേരളത്തിലെ കാര്യം അവർ പറയുന്നു 2 സീറ്റ് BJP 2 സീറ്റ് നേടുമെന്നാണ് ന്യൂസ് എക്സിന്റെ സർവേ പറയുന്നത്. 2 സീറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. 2 സീറ്റ്, കാരണം കുറേ കൂടിയും പ്രതീക്ഷയുള്ള സീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ വോട്ടിന്റെ ഡിഫറൻസ് കുറവ് കിടക്കുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു 80,000 വോട്ടിന്റെ ഡിഫറൻസേ എന്താ പറയുക ഭൂരിപക്ഷം മറികടക്കാനുള്ളൂ. പക്ഷേ തൃശ്ശൂർ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 1.25 ലക്ഷം വോട്ടുകളുടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഏതാണ്ട് അതിൻ്റെ ഒരു തൊട്ടടുത്തായി വരുന്നു, ഏതാണ്ട് 1 ലക്ഷം വരുന്നു നമ്മുടെ തിരുവനന്തപുരത്തും. പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ ഒരു അതും കൂടി ഉണ്ടല്ലോ, ഒരു സ്ഥാനാർത്ഥിയുടെ മികവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത. അപ്പം രാജീവ് ചന്ദ്രശേഖരന് അതിന് ഒരുപാട് പ്ലസ്സുകളുണ്ട്, സുരേഷ് ഗോപിക്ക് ഒരുപാട് പ്ലസ്സുകളുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വരുമ്പോൾ അനിൽ ആന്റണിക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ, ഒന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, ആന്റണി വന്നിട്ട് ചെയ്ത ചില പ്രസ്താവനകൾ, PC ജോർജിന്റെ ചില കുത്തിത്തിരിപ്പുകൾ, NDA തന്നെ ഘടകകക്ഷിയായ BDJSന്റെ ചില വിരുദ്ധ അഭിപ്രായങ്ങൾ, അങ്ങനെ കുറച്ച് പ്രതികൂല അവസ്ഥകളൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെ എന്താണ്, എത്ര സീറ്റുകൾ വരെ കേരളത്തിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ? ഞങ്ങൾ 20 സീറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, അത് പോട്ടെ, നമുക്ക് ഒരു കുറേം കൂടിയും യാഥാർത്ഥ്യ ബോധത്തോടെ പറഞ്ഞാൽ. അല്ല, സത്യമായിട്ട് ഞങ്ങൾ 20 സീറ്റും ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്ന സീറ്റുകളാണ്. അല്ല, പ്രതീക്ഷ 20 സീറ്റും എല്ലാവരും പ്രതീക്ഷിക്കുക, അതാരും പറയില്ല. ഞങ്ങളിപ്പം മത്സരിക്കുന്നത് തോൽക്കാനാണെന്നൊന്നും ആരും പറയില്ല. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ നമുക്ക് പറയാം, ഉറപ്പായിട്ടും നമ്മൾ ജയിച്ചു എന്ന് കണക്ക് കൂട്ടുന്ന നരേന്ദ്രമോദി വന്നപ്പം പറഞ്ഞിരുന്നു, മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് 2 അക്ക സീറ്റ് നമ്മൾ നേടും എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നദ്ദ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ആ രീതിയിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു വൻ കുതിച്ചുചാട്ടത്തിന് കേരളത്തിൻ്റെ ഈ ഒരു കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥ എന്ന് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഒരു സാമുദായിക ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. കാരണം ഏതാണ്ട് ഒരു 30% അടുത്ത് ഒരു മുസ്ലിം പോപ്പുലേഷൻ, ഏതാണ്ട് ഒരു 20% അടുത്ത് ക്രിസ്ത്യൻ പോപ്പുലേഷൻ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ BJP കണ്ട് കയറി വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? തീർച്ചയായും. കാരണം വെച്ചാൽ മുന്നേ നമ്മളെ ന്യൂനപക്ഷ വിരുദ്ധർ എന്ന് മുദ്ര കുത്തിയിരുന്ന ആളുകളാണ് മറ്റ് മുന്നണികൾ. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നരേന്ദ്രമോദി ഇപ്പോഴും മുദ്ര കുത്തുന്നുണ്ട്. ഇപ്പോഴും മുദ്ര കുത്തിക്കോട്ടെ, പക്ഷേ അത് അവരുടെ ഒരു രീതിയാണ്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന വികസനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതികളും ഒരിക്കലും മതം നോക്കിയിട്ട് ചെയ്തിട്ടില്ല. അത് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് എത്തിക്കുന്ന പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബോധവാന്മാരാണ്. ആ പ്രതീക്ഷ ഞങ്ങൾക്ക് 100% ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രതീക്ഷ. അപ്പം കേരളത്തിൽ ഒരു നല്ല വിജയം BJP പ്രതീക്ഷിക്കുന്നു. പിന്നെ ദേശീയ തലത്തിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ അല്ലേ? നമ്മൾ 400 സീറ്റുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് മുമ്പ് 370 എന്ന് പറഞ്ഞു. ഇനി എന്ത് കിട്ടിയാലും പൊതുവെ എതിർ സ്ഥാനാർത്ഥികളൊക്കെ അല്ലെങ്കിൽ മത്സരിക്കുന്ന എല്ലാവരും ഏതാണ്ടൊക്കെ അംഗീകരിച്ചൊരു കാര്യമാണ്, വീണ്ടും നരേന്ദ്രമോദി തന്നെയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും വളരെ നന്ദി.